മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ വിവോ Z1 പ്രോനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്യുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ഒപ്പീനിയൻ ഇതാ വീണ്ടും ഒരു ഫോൺ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ജയരാജിൻ്റെ വീഡിയോയിലൂടെയൊക്കെ ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ഈ മൊബൈൽ ഫോൺ കണ്ടു കാണും. ഒരു ഗെയിമിംഗ് ഫോണാണ്. റെഡ് മാജിക് 3 എന്നാണ് ഈ മൊബൈൽ ഫോണിൻ്റെ പേര്. പൂർണ്ണമായിട്ടും ഒരു ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. ഒരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ്. ഇതിൻ്റെ വിലയും അതേപോലെ തന്നെ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിലാണ്. ലിങ്ക് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയും ചെയ്യുന്നുണ്ട്. സാധാരണ കേസിൽ ഞാൻ അങ്ങനെ ഗെയിമൊന്നും കളിക്കാത്തൊരു മനുഷ്യൻ, കളിച്ചാൽ തന്നെ ഞാൻ തോറ്റുപോകും. അതുകൊണ്ട് പിന്നെ എനിക്കതിനൊന്നും സമയമില്ല. എന്തായാലും ക്വാൾകം സ്നാപ്ഡ്രാഗൺ 855 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. ഹൈ എഫിഷ്യൻസി കൂളിംഗ് ഫാൻ ഉണ്ട്. ഗെയിമിംഗ് കളിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിക്കുന്ന കാരണം ചൂടാകുമോ എന്നുള്ള ടെൻഷൻ വേണ്ട. ഹൈ എഫിഷ്യൻസി കൂളിംഗ് സിസ്റ്റം ഉണ്ട്. 6.6 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അറിയാലോ, കളിക്കുമ്പോൾ ഗെയിമിംഗ് ആക്ടിവിറ്റി ഏർപ്പെടുന്ന ആൾക്കാർക്ക് ബാറ്ററി കപ്പാസിറ്റി വളരെ ആവശ്യമാണ്. 5000 mAh ബാറ്ററി ഉണ്ട്. 48 MB റിയർ ക്യാമറ, 16 MB ഫ്രണ്ട് ക്യാമറ, ടച്ച് സെൻസിറ്റീവ് ഷോൾഡർ ട്രിഗർ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് എന്താണെന്ന് പരിശോധിക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിലൊരു സൈക്കിളിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. ഞാൻ നമ്മുടെ ആ വീഡിയോയിൽ സൈക്കിളിനെ കുറിച്ചൊരു വീഡിയോ 50,000-ഓളം വ്യൂസ് അതിന് വന്നു. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട്. അതെന്തായാലും നമ്മൾ ഒന്ന് ഷൂട്ട് ചെയ്ത് അവരെ നമ്മുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഓപ്പൺ ചെയ്തേക്കാം. തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു റെഡ് മാജിക്കിൻ്റെ ഒരു ഫോൺ. പേര് പോലെ തന്നെ കളറും റെഡ് ആയിട്ടുള്ളതാണ്. എനിക്ക് റെഡ് അത്രക്ക് ഇഷ്ടമുള്ള ഒരു പേഴ്സൺ അല്ല ഞാൻ. ഇനി നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണ് ആക്സറീസ് എന്ന് പരിശോധിച്ചേക്കാം. ഇതെന്താണെന്ന് നോക്കട്ടെ. ഇത് ചാർജിങ് അഡാപ്റ്ററാണ്. അടുത്തത് USB ചാർജിങ് കേബിളാണ്. C ടൈപ്പ് ചാർജിങ് കേബിളാണ്. ഇത് വാറണ്ടിയാണ്, ഇൻസ്ട്രക്ഷൻ മാനുവൽ സാധനങ്ങളൊക്കെയാണ്. റെഡ് മാജിക്കിൻ്റെ സ്റ്റിക്കറും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. പക്ഷേ ഗെയിമിംഗ് കളിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഇതൊക്കെ സാധാരണ കേസിൽ സ്റ്റിക്കർ കൊണ്ട് നടക്കുന്ന ഒരു ശീലമുണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് പരിശോധിക്കാം. മാജിക് 3 ഫോൺ ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു ഗെയിമിംഗ് മോഡിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു റെഡ് കളറാണ്. റെഡ് എന്ന് പറയുമ്പോൾ ഒരു തെറിച്ച് നിൽക്കുന്ന റെഡ് എന്ന് തന്നെ പറയുന്നു. എനിക്ക് ഈ കളറിനോട് വലിയൊരു താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. റെഡ് കളറുകളെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനാണ്. അല്ല, എൻ്റെ കാര്യം നോക്കണ്ട. ഒരു പക്ഷേ ഗെയിമിംഗ് ആക്ടിവിറ്റീസൊക്കെ ഏർപ്പെടുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ, കുട്ടികളെന്നല്ല ആളുകൾക്കും ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലും ഡിസൈനും തന്നെയാണ്. ഈ കാണുന്നത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ക്യാമറ, ചെറിയൊരു LED ഫ്ലാഷും അവൈലബിൾ ആണ്. ഈ ഒരു ലോഗോ നമുക്കിതിലൂടെ ചെറിയ ആനിമേഷൻ, ലൈറ്റ്നിങ് എഫക്ട്സ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ തന്നെ ഒരു പോയിന്റ് ഉണ്ട്. ഇത് നോർമലി ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഫോർമാറ്റാണ്. ഈ ഒരു ബട്ടൺ വളരെ പ്രധാനപ്പെട്ട ഒരു ബട്ടനാണ്. കാരണം ഒരു ഗെയിമിംഗ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബട്ടനാണ് ഈ കാണുന്നത്. ദെൻ മറ്റൊരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മളുടെ ബോക്സിൽ കാണിച്ചിരുന്ന പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്രിഗർ ബട്ടണുകളാണ്. പക്ഷേ ഗെയിമിംഗ് ആക്ടിവിറ്റീസ് അതേപോലെ എന്തെങ്കിലും ഫയറോ എന്തെങ്കിലും റൈസിങ്ങോ ഒക്കെയാണ് ഗെയിമിങ്ങിൽ വരുന്നതെങ്കിൽ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ബട്ടണുകൾ വർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ചെറിയൊരു ഫാനും അവൈലബിൾ ആണ്. ഈ ഫാനിലൂടെ ഒരു കൂളിംഗ് നമുക്ക് നടക്കുകയും ചെയ്യും. ഗെയിം ആക്ടിവിറ്റീസ് ഏർപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പൂർണ്ണമായിട്ടും ഒരു ഗെയിം സീരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഡിസൈനും ഈ ഒരു ഫോണും ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. എത്രയാണ് ഇതിൻ്റെ റാം, പ്രോസസ്സർ എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് പറയേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ലൈറ്റ്നിങ് എഫക്ട്സുകളെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. ഇവിടെ ഒരു LED സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ കാണാം. ലോഗോ തന്നെ ഇപ്പോഴേ വരച്ചുകൊണ്ടിരിക്കുക. കണ്ട, ഗെയിമിംഗ് കളിക്കുന്ന മച്ചാന്മാർക്ക് നമ്മുടെ നിക്കിനെയൊക്കെ സമ്മതിക്കുന്നുണ്ട്. അവനൊക്കെ രാവിലെ ഇരിക്കും ഇതുമായിട്ട്. ഞാൻ ഇടക്കാവന്മാരുടെ സൂപ്പർ ചാറ്റിങ്ങിലൊക്കെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും എന്തോരം പിള്ളേർ മച്ചാന്മാരാണ്. കാരണം ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഈ കസ്റ്റമൈസ് ചെയ്തിട്ട് പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഒരു ഗ്രീനിഷ് എഫക്ട്സിലേക്കാണ് മാറുന്നത്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം, ഇതിലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട് എന്നുള്ളതാണ്. കണ്ടോ, അത് കാണാൻ പറ്റും.
ഒരുപക്ഷെ ഗെയിം കളിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടോ, സ്വിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു വലിയൊരു സൗണ്ടോട് കൂടിയിട്ടാണ് വരുന്നത്. ഇത് അതിൻ്റെ ഒരു ഗെയിമിംഗ് കൺസോളാണ് ഈ കാണുന്നത്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കൺസോളിൽ എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, നമുക്ക് എക്സ്ട്രാ ഒരു ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു ജോയ്സ്റ്റിക്കോ എന്തെങ്കിലും കണക്ട് ചെയ്യാവുന്ന. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിങ്ങിലൊരു TV പ്ലേ സ്റ്റേഷൻ വാങ്ങിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും തുറക്കുമ്പോൾ തന്നെ ഞാൻ കാണിച്ച പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഉണ്ട്. ഇത് നോർമലി PUBG കളിക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ട്രിഗർ ചെയ്യാനൊക്കെയാണ് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കുന്നത്. സൈഡിലായിട്ട് ഒരു ഫാനും ഉണ്ട്. ഫാനിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് ഈ കൺസോളിൽ നിന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് അതിൻ്റെ കൺസോളാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഫാനിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടുതൽ ഹീറ്റിംഗ് പ്രോബ്ലംസ് ഒക്കെയാണ് ഗെയിം ആക്ടിവിറ്റീസ് ഏർപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ഇവിടെ തന്നെ അതിന് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു ബട്ടണുമുണ്ട്. നമുക്കിതൊന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസോൾ വരുന്നതാണ്. ഇതിൽ തന്നെ മെസ്സേജ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഫാൻ ബട്ടൺ ഇവിടെയുമുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ ഈ ഒരു ബട്ടൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ സപ്പോർട്ട് ഗെയിം ഓൺലി സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഗെയിമിൻ്റെ കൺസോളിന് പറ്റിയ ഏരിയകളെല്ലാം ഈ ഒരു ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ നല്ലൊരു ഗെയിമറോ എന്താ പറയുക ഗെയിം കളിക്കുന്ന ഒരാളോ ഒന്നുമല്ല. ഞാൻ ഗെയിം കളിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും യാഥാർത്ഥ്യം തുറന്നു പറയണമെന്നും കുഴപ്പമില്ല. മറ്റ് യൂട്യൂബേഴ്സൊക്കെ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫോൺ കിട്ടിയപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. എന്തായാലും ഗെയിമിംഗ് ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊള്ളാവുന്ന ഒരു ഫോൺ തന്നെയാണ് എന്നാണ് എല്ലാ റിവ്യൂ ചെയ്യുന്ന ആളുകളും പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. 35,000+ ആണ് ഇതിൻ്റെ എമൗണ്ട് ആയിട്ട് വരികയും ചെയ്യുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.